ഹലോ, എല്ലാവർക്കും LLB ജംഗ്ഷന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബോറോയിങ്സിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് വൈകിക്കാണ്ട് ടോപ്പിക്കിലോട്ട് പോവാം. കടം വാങ്ങിക്കൊണ്ട് ഒരു ബിസിനസ് സ്ഥാപനം റേസ് ചെയ്തെടുത്തിട്ടുള്ള ക്യാപിറ്റലിനെ പറയുന്ന പേരാണ് ലോൺ ക്യാപിറ്റൽ എന്നുള്ളത്. അതായത് ബിസിനസിന്റെ ഓപ്പറേഷൻസ് ഒക്കെ നടത്തി പോകുന്നതിന്റെ ഭാഗമായിട്ട് ബിസിനസ്സിന് എന്ത് വേണം? പൈസ വേണം, അതായത് ക്യാപിറ്റൽ വേണം. സോ ഇവർ ഈ ക്യാപിറ്റൽ റേസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒന്നല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നൊക്കെ ലോൺ എടുത്തുകൊണ്ടായിരിക്കും, അതായത് വായ്പ എടുത്തുകൊണ്ടായിരിക്കും. അതല്ലെങ്കിൽ ഇവരുടെ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തിട്ടായിരിക്കാം. സോ ഫണ്ട് റേസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് ഈ ലോൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതായത് ഈ ലോൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരു ലോങ് ടേം ഫണ്ടാണ്. അതായത് ഈ പൈസ എടുക്കുന്നത് വഴി ഇവരെന്ത് ചെയ്യണം? ഒരു ചെറിയ ഇൻട്രസ്റ്റും അടയ്ക്കേണ്ടി വരും. അതായത് കുറച്ച് പൈസ പലിശയായിട്ട് ഈ ലോൺ എടുക്കുന്നതിന് വേണ്ടി, അതായത് ലോൺ എടുത്തതിന് വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ ഇപ്പോൾ ഡിബഞ്ചർ ആണെങ്കിൽ ഇഷ്യൂ ചെയ്തിട്ടാണെങ്കിൽ ആ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കേണ്ടി വരും. സോ ലോൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത് it is the money needed to run a business which is raised from borrowing rather than shares. ഷെയർസ് ഇഷ്യൂ ചെയ്യാണ്ട് കടം വാങ്ങിക്കൊണ്ട് റേസ് ചെയ്തെടുത്തിട്ടുള്ള ആ പൈസയെ പറയുന്ന പേരാണ് ലോൺ ക്യാപിറ്റൽ. ഈ പൈസ അവർ ബിസിനസ് റൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ലോൺ ക്യാപിറ്റൽ ക്യാൻ ബി ഇൻ ദ ഫോം ഓഫ് ലോൺ, ഡിബഞ്ചേഴ്സ്, ഓവർ ഡ്രാഫ്റ്റ്. അതായത് 3 ടൈപ്പ് ഓഫ് ലോൺ ക്യാപിറ്റൽസ് ആണ് ഉള്ളത്. അതായത് ലോൺ, ഡിബഞ്ചേഴ്സ്, അതുപോലെ തന്നെ ഓവർ ഡ്രാഫ്റ്റ്. ഓവർ ഡ്രാഫ്റ്റ് നമുക്ക് ഈ ലോങ് ടേം, അതായത് ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ലോങ് ടേം ഫണ്ടായിട്ടൊന്നും നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. കാരണം ഷോർട്ട് ടേം ലോൺ ആണ് ഈ ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. സോ നമ്മളിവിടെ ലോണിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ഡിബഞ്ചേഴ്സിനെ കുറിച്ചിട്ടുമാണ് നോക്കേണ്ടത്. ഇനി നമ്മളിവിടെ ബോറോയിങ്സിനെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. ജനറൽ റൂൾ എന്താണെന്ന് വെച്ചാൽ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ ഓതറൈസ് ചെയ്യാത്ത പക്ഷം, അതായത് ബോറോവിങ് ഓതറൈസ് ചെയ്യാത്ത പക്ഷം ഒരു കമ്പനിക്കും ബോറോ ചെയ്യാൻ പറ്റില്ല, പൈസ കടം വാങ്ങാൻ പറ്റില്ല. അതായത് കമ്പനിയുടെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ കടം വാങ്ങാൻ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഒരു കമ്പനിക്ക് പൈസ ബോറോ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ട്രേഡിംഗ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം മെമ്മോറാണ്ടത്തിൽ ഓതറൈസേഷൻ ഒന്നും ഇല്ലെങ്കിൽ പോലും അവർക്ക് ബോറോ ചെയ്യാനുള്ള പവർ ഉണ്ട്. അതായത് അവർക്ക് അങ്ങനെ ഓതറൈസേഷൻ്റെ ഒന്നും ആവശ്യമില്ല, അവർക്ക് പവർ ടു ബോറോ എന്നുള്ളത് ഓൾറെഡി ഉണ്ട്. ബട്ട് നോൺ ട്രേഡിംഗ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ ക്ലിയർ ആയി പറഞ്ഞിട്ടുണ്ടായിരിക്കണം, അതായത് ഇവർക്ക് ബോറോയിങ് പവർ ഉണ്ട് എന്നുള്ളത്. എങ്കിൽ മാത്രമാണ് ഈ നോൺ ട്രേഡിംഗ് കമ്പനീസിനൊക്കെ ബോറോ ചെയ്യാൻ പറ്റുള്ളൂ, അതായത് പൈസ കടം വാങ്ങാൻ പറ്റുള്ളൂ. The power of borrowing is exercised by the directors of the company, and the power to borrow money can be delegated only by passing a resolution. സെക്ഷൻ 179 ഓഫ് കമ്പനീസ് ആക്ടിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതായത് കമ്പനിയുടെ ബിഹാഫിൽ പൈസ കടം വാങ്ങാനുള്ള പവർ എക്സസൈസ് ചെയ്യുന്നത് ഡയറക്ടേഴ്സ് ആണ്, അതായത് കമ്പനിയുടെ ഡയറക്ടേഴ്സ് ആണ്. ഇപ്പോൾ ഡയറക്ടേഴ്സിന് അത് വേറെ ആർക്കെങ്കിലും ഈ ഒരു പവർ, അതായത് ഈ ബോറോയിങ് പവർ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കണം. എങ്കിൽ മാത്രമാണ് അവർക്ക് അത് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുകയുള്ളൂ. They cannot borrow more than authorized sum. അതായത് മെമ്മോറാണ്ടത്തിൽ പറഞ്ഞതിൽ കൂടുതൽ പൈസ ഒരിക്കലും അവർക്ക് ബോറോ ചെയ്യാനും പറ്റില്ല. Section 180 of the Act says that the directors are restricted from borrowing temporary loans that are obtained from the company's bank. Section 180 of the Companies Act ക്ലിയർ ആയി പറഞ്ഞിട്ടുണ്ട്, ഡയറക്ടേഴ്സിന് ഒരിക്കലും ടെമ്പററി ലോൺസ് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. ടെമ്പററി ലോൺസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 6 മാസത്തിനുള്ളിൽ തിരിച്ചടയ്ക്കാൻ പറ്റുന്ന ലോണിനെയാണ് നമ്മൾ ടെമ്പററി ലോൺ എന്ന് പറയുന്നത്. സോ 180 പറഞ്ഞിട്ടുണ്ട് ഡയറക്ടേഴ്സിന് ഒരിക്കലും ടെമ്പററി ലോൺസ് കമ്പനിയുടെ ബാങ്കേഴ്സിന്റെ കയ്യിൽ നിന്ന് വാങ്ങാൻ പറ്റില്ല എന്നുള്ളത്. ഇതാണ് ബോറോയിങ്സിനെ കുറിച്ച് ഒരു ജനറൽ ഐഡിയ ആയിട്ട് പറയാനുള്ളത്. ഇനി നമ്മളിവിടെ നോക്കാൻ പോകുന്നത് കോൺസിക്വൻസസ് ഓഫ് അൺഓതറൈസ്ഡ് ബോറോയിങ്ങിനെ കുറിച്ചിട്ടാണ്.
അതായത് നമ്മൾ മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ട്, നോൺ ട്രേഡിംഗ് കമ്പനീസിന് പൈസ ബോറോ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ബോറോയിങ് പവറിനെ കുറിച്ച് ക്ലിയർലി അവരുടെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കണം. അതായത് കമ്പനിയുടെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കണം, അതായത് ഈ കമ്പനിക്ക് ബോറോയിങ് പവർ ഉണ്ട് എന്നുള്ളത്. സോ അങ്ങനെ പറയാത്ത പക്ഷം ഒരു നോൺ ട്രേഡിംഗ് കമ്പനി പുറത്തു നിന്ന് മണി ബോറോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ബോറോയിങ്ങിനെ അൺഓതറൈസ്ഡ് ബോറോയിങ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഈ അൺഓതറൈസ്ഡ് ബോറോയിങ്ങിന്റെ കോൺസിക്വൻസസ് ആണ് ഇനി നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് നോ ലോൺ. അൺഓതറൈസ്ഡ് ലോണിനെ നമ്മളൊരു ഇൻവാലിഡ് ലോൺ ആയിട്ടാണ് കണക്കാക്കുന്നത്. അതായത് ഇറ്റ് ഈസ് ആൻ അൾട്രാ വൈറസ് ലോൺ. കാരണം എന്താന്ന് വെച്ചാൽ ലോണിന്റെ ബിയോണ്ട് ആണ് ഇവിടെ പ്രവർത്തിച്ചിട്ടുള്ളത്. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷന്റെ ബിയോണ്ട് ആയിട്ടാണ് ഇവിടെ ലോൺ വാങ്ങിയിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ലോണിനെ നമ്മൾ അൺഓതറൈസ്ഡ് ലോണിനെ നമ്മൾ ഇൻവാലിഡ് ലോൺ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ അൾട്രാ വൈറസ് ലെൻഡറിന് ഒരിക്കലും കമ്പനിയുടെ കയ്യിൽ നിന്ന് വീണ്ടും ഈ പൈസ, അതായത് ഈ ലോൺ കൊടുത്തിട്ടുള്ള പൈസ റിക്കവർ ചെയ്യാൻ പറ്റില്ല. അതായത് കമ്പനി ലോൺ കൊടുത്തിട്ട് തിരിച്ചു തന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും ഈ ലെൻഡർക്ക് കമ്പനിക്കെതിരായിട്ട് കേസ് കൊടുക്കാൻ പറ്റില്ല എന്നാണ് ഇവിടെ പറയുന്നത്. സോ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ അൺഓതറൈസ്ഡ് ലോണിനെ നമ്മൾ ഇൻവാലിഡ് ലോൺ ആയിട്ടാണ് കണക്കാക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ ലോൺ കൊടുത്ത വ്യക്തിക്ക്, അതായത് ഈ ലോൺ കൊടുത്തിട്ടുള്ള ലെൻഡറിന് ഈ ഒരു എമൗണ്ട് കമ്പനിയുടെ കയ്യിൽ നിന്ന് റിക്കവർ ചെയ്യാൻ പറ്റില്ല. രണ്ടാമതായിട്ട് ഇൻജങ്ഷൻ. അതായത് ഇപ്പൊ ഈ ലെൻഡർ കൊടുത്തിട്ടുള്ള ഈ ലോണ് കമ്പനി ചെലവാക്കിയിട്ടില്ല, അതായത് കമ്പനി അത്രയും കാലം ആ പൈസ ഉപയോഗിക്കാണ്ട് തന്നെ മാറ്റി വെച്ചിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലെൻഡറിന് കോടതിയെ സമീപിച്ചുകൊണ്ട് ഒരു ഇൻജങ്ഷൻ ഓർഡർ ഈ കമ്പനിക്ക് എതിരായിട്ട് പാസ്സാക്കാവുന്നതാണ്. അതായത് കമ്പനി ഈ ലോൺ, അതായത് ഈ ലോണായിട്ട് ലെൻഡർ കൊടുത്തിട്ടുള്ള പൈസ ഇനി ഉപയോഗിക്കുന്നത് റെസ്ട്രെയിൻ ചെയ്തുകൊണ്ട്, അതായത് ഇനി ആ പൈസ വേറെ ഒന്നിനും ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ ഒരു ഇൻജങ്ഷൻ ഓർഡർ ഈ ലെൻഡർക്ക് എന്ത് ചെയ്യാം, കോടതിയുടെ കയ്യിൽ നിന്ന് ഈ കമ്പനിക്കെതിരായിട്ട് പാസ്സാക്കാവുന്നതാണ്. മൂന്നാമതായിട്ട് സബ്രോഗേഷൻ. അതായത് ഈ സബ്രോഗേഷൻ എന്ന വാക്കിന്റെ അർത്ഥം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് if the money of the ultra virus loan has been used by the company to pay off lawful debts of the company. അതായത് കമ്പനി ഈ അൾട്രാ വൈറസിൽ വാങ്ങിയിട്ടുള്ള ഈ ലോണ് കമ്പനിയുടെ ഡെപ്റ്റ് തീർക്കാൻ, അതായത് കമ്പനി വാങ്ങിയിട്ടുള്ള കടമൊക്കെ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചു എന്ന് വിചാരിക്കുക. സോ അങ്ങനെ വരുന്ന ആ സന്ദർഭത്തിൽ ഈ കടം കൊടുത്ത് തീർത്തത് നമ്മുടെ ലെൻഡർ ആയിട്ടാണ് കണക്കാക്കുന്നത്. അതായത് കമ്പനിയല്ല ഇവിടെ കടം കൊടുത്ത് തീർത്തിട്ടുള്ളത്, നേരെ മറിച്ച് ഈ ലെൻഡർ ആണ് ഈ കമ്പനിയുടെ കടക്കാരെയൊക്കെ സെറ്റിൽ ചെയ്തിട്ടുള്ളത് എന്നാണ് ഇവിടെ കണക്കാക്കുന്നത്. അതായത് ഇവിടെ ഡെപ്റ്ററുടെ ഷൂലോട്ട് നമ്മുടെ ഈ ലെൻഡർ കയറുകയാണ്. അതായത് ഈ അൾട്രാ വൈറസ് ലെൻഡറിന്റെ പൊസിഷൻ അവിടെ ഡെപ്റ്റർ ആയിട്ട് മാറുകയാണ്. അതായത് ഇവിടെ കമ്പനിയല്ല ആ കടം കൊടുത്ത് തീർത്തത്, നേരെ മറിച്ച് ഈ അൾട്രാ വൈറസ് ലെൻഡർ ആണ് കമ്പനിയുടെ കടമൊക്കെ കൊടുത്ത് തീർത്തത് എന്നുള്ള പൊസിഷനിലോട്ടാണ് എത്തുന്നത്. സോ അങ്ങനെ വരുന്ന സമയത്ത് വീണ്ടും കമ്പനി ഈ ലെൻഡർക്ക് ആ പൈസ തിരിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. കാരണം കമ്പനിയുടെ ബിഹാഫിൽ ലെൻഡർ ആണല്ലോ ഈ പൈസ സെറ്റിൽ ചെയ്തിട്ടുള്ളത്. അതാണ് സബ്രോഗേഷനിൽ പറഞ്ഞിട്ടുള്ളത്. അതായത് the ultra virus lender will be subrogated or substituted to the position of debtor. കമ്പനി ആയിരുന്നല്ലോ ഇത്രയും കാലത്തെ ഡെപ്റ്റർ. സോ കമ്പനി എവിടുന്ന് മാറ്റിക്കൊണ്ട് ഈ ലെൻഡർ ആ പൊസിഷനിലോട്ട് കയറുകയാണ്. അതായത് നമ്മുടെ അൾട്രാ വൈറസ് ലെൻഡർ ആ ഡെപ്റ്റർ എന്ന പൊസിഷനിലോട്ട് എൻ്റർ ചെയ്യാണ്. സോ അതുകൊണ്ട് തന്നെ ഇനി വീണ്ടും ആ കമ്പനി എന്ത് ചെയ്യണം, ഈ കടം സെറ്റിൽ ചെയ്തതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ലെൻഡർക്ക് ആ പൈസ തിരിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. നാലാമത്തെ കോൺസിക്വൻസ് എന്ന് പറയുന്നത് ഐഡന്റിഫിക്കേഷൻ ആൻഡ് ട്രേസിംഗ് ആണ്. If the money of the ultra-virus lender is with the company in its original form, അതായത് പൈസ കടം കൊടുത്ത അതേ ഫോമിൽ തന്നെ ആ പൈസ നമ്മുടെ കമ്പനിയുടെ കയ്യിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ അൾട്രാ വൈറസ് ലെൻഡർ കടം കൊടുത്തിട്ടുള്ള ആ പൈസ സെയിം ഫോമിൽ, ഒറിജിനൽ ഫോമിൽ തന്നെ നമ്മുടെ കമ്പനിയുടെ കൈവശം ഉണ്ട് എന്ന് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ
ഈ അൾട്രാവയറസ് ലെൻഡറിന് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് കമ്പനിയുടെ കയ്യിൽ നിന്ന് ആ പൈസ തിരിച്ച് ക്ലെയിം ചെയ്യാവുന്നതാണ്. അതായത് ആ അൾട്രാവയറസ്ലി കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ വാങ്ങിയിട്ടുള്ള ആ ലോൺ കമ്പനി യാതൊരുവിധ പർപ്പസിനും വേണ്ടി ഉപയോഗിച്ചിട്ടില്ല, അത് ആ സെയിം ഫോമിൽ തന്നെ കമ്പനിയുടെ കൈവശം ഉണ്ട് എന്നുണ്ടെങ്കിൽ, അത് നമ്മുടെ അൾട്രാവയറസ് ലെൻഡറിന് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുവാണ് എന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം, അത് കമ്പനിയുടെ കയ്യിൽ നിന്ന് തിരിച്ച് ക്ലെയിം ചെയ്യാവുന്നതാണ്. ഇതൊക്കെയാണ് കോൺസിക്വൻസസ് ഓഫ് അൺഓതറൈസ്ഡ് ബോറോയിങ് എന്ന് പറയുന്നത്. നോ ലോൺ, ഇൻജങ്ഷൻ, സബ്രോഗേഷൻ, ഐഡന്റിഫിക്കേഷൻ ആൻഡ് ട്രേസിംഗ്. ഇനി നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ബോറോയിങ് ആണ്. ആദ്യമായിട്ട് ലോങ് ടേം ബോറോയിങ്. 5 വർഷമോ അതല്ലെങ്കിൽ 5 വർഷത്തിൽ കൂടുതൽ കാലയളവിലേക്ക് വാങ്ങുന്ന ബോറോയിങ്സിനെയാണ് നമ്മൾ ലോങ് ടേം ബോറോയിങ്സ് എന്ന് പറയുന്നത്. ഇത് കമ്പനിയുടെ ഏതെങ്കിലും പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനോ അങ്ങനെയൊക്കെ വലിയ വലിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കമ്പനി ലോങ് ടേം ബോറോയിങ്സ് എടുക്കുന്നത്. രണ്ടാമതായിട്ട് ഷോർട്ട് ടേം ബോറോയിങ്സ്, അതായത് മാക്സിമം 1 ഇയറിലോട്ട് കമ്പനി ബോറോ ചെയ്യുന്ന ഫണ്ടിനെയാണ് ഷോർട്ട് ടേം ബോറോയിങ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ 1 ഇയർ ഓഫ് പീരിയഡ് എക്സീഡ് ചെയ്യില്ല. കമ്പനിയുടെ ഡേ ടു ഡേ അഫയേഴ്സ് ഒക്കെ നടത്താൻ വേണ്ടിയിട്ടാണ് ഈ ഷോർട്ട് ടേം ബോറോയിങ്സ് സാധാരണ രീതിയിൽ എടുക്കുന്നത്. അടുത്തതായിട്ട് മീഡിയം ടേം ബോറോയിങ്. മീഡിയം ടേം ബോറോയിങ് എന്ന് പറയുമ്പോൾ അവിടെ 2 to 5 ഇയേഴ്സ് സമയത്തിലോട്ടാണ് കമ്പനി ഫണ്ട് ബോറോ ചെയ്യുന്നത്. കമ്പനിക്ക് വെഹിക്കിൾ വാങ്ങാനോ അതല്ലെങ്കിൽ സ്ഥലം വാങ്ങാനോ ഒക്കെ വേണ്ടിയിട്ടാണ് ഈ മീഡിയം ടേം ബോറോയിങ് എടുക്കുന്നത്. അടുത്തതായിട്ട് സെക്യൂർഡ് ബോറോയിങ്. സെക്യൂർഡ് ബോറോയിങ് എന്ന് പറയുന്ന സമയത്ത് കമ്പനി പുറത്തു നിന്ന് ഫണ്ട് ബോറോ ചെയ്യുന്ന സമയത്ത് സെക്യൂരിറ്റി ആയിട്ട് കമ്പനിയുടെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു അസറ്റ് അവിടെ കൊടുക്കുന്നതാണ്. അതായത് സെക്യൂരിറ്റി രൂപത്തിൽ കമ്പനിയുടെ ഏതെങ്കിലും അസറ്റ് വെക്കും, എന്നിട്ടാണ് പുറത്തു നിന്ന് ഫണ്ട് ബോറോ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇപ്പൊ കമ്പനി പൈസ തിരിച്ചടയ്ക്കാണ്ടിരിക്കുക അങ്ങനെ എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ക്രെഡിറ്റർക്ക് ആ അസറ്റ് ആക്സസ് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് അൺസെക്യൂർഡ് ബോറോയിങ്. അൺസെക്യൂർഡ് ബോറോയിങ് എന്ന് പറയുന്ന സമയത്ത് ഇവിടെ അസറ്റ് ഒന്നും സെക്യൂരിറ്റി ആയിട്ട് കമ്പനി വെക്കുന്നില്ല. സോ അതുകൊണ്ട് തന്നെ ഇവിടെ ജസ്റ്റ് ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻ മാത്രമാണ് നമ്മുടെ കമ്പനിക്ക് ഉള്ളത്. അപ്പൊ അവര് പൈസ തിരിച്ചടയ്ക്കാണ്ടിരിക്കുക അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം വരികയാണെന്നുണ്ടെങ്കിൽ ഈ പുറത്തു നിന്നുള്ള ക്രെഡിറ്റേഴ്സിന് കമ്പനിയുടെ അസറ്റ്സ് ഒന്നും കയറിയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റില്ല. അടുത്തതായിട്ട് സിൻഡിക്കേറ്റഡ് ബോറോയിങ്. ഇപ്പൊ നമ്മുടെ കമ്പനിക്ക് ഒരു വലിയ എമൗണ്ട് ഫണ്ടാണ് ആവശ്യമുള്ളത് എന്നുണ്ടെങ്കിൽ കമ്പനി ഒരു ഗ്രൂപ്പ് ഓഫ് ലെൻഡേഴ്സിനെയാണ് സമീപിക്കുക. സോ ഒരു ഗ്രൂപ്പ് ഓഫ് ലെൻഡേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ലാർജ് ഫണ്ടിനെ പറയുന്ന പേരാണ് സിൻഡിക്കേറ്റഡ് ബോറോയിങ്. ഇവിടെ ഉള്ള ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ കമ്പനിക്ക് ഇങ്ങനെ ഒരുപാട് ലെൻഡേഴ്സിന്റെ കയ്യിൽ നിന്നാണ് പൈസ വാങ്ങുന്നത് എങ്കിൽ പോലും ഒരൊറ്റ സിംഗിൾ എഗ്രിമെന്റിൽ എൻ്റർ ചെയ്താൽ മതി. ആ സിംഗിൾ എഗ്രിമെന്റ് ആണ് ഈ ലാർജ് നമ്പർ ഓഫ് ലെൻഡേഴ്സിനെ ഈ ഗ്രൂപ്പ് ഓഫ് ലെൻഡേഴ്സിനെയൊക്കെ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. ബൈലാറ്ററൽ ബോറോയിങ് എന്ന് പറയുന്നത് ഈ സിൻഡിക്കേറ്റഡ് ബോറോയിങ്ങിന്റെ നേരെ തിരിച്ചാണ്. അതായത് ഇവിടെ നമ്മുടെ ഒരു സിംഗിൾ കമ്പനി ഒരു സിംഗിൾ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ കയ്യിൽ നിന്നാണ് പൈസ കടം വാങ്ങുന്നത്, അതായത് ഫണ്ട് ബോറോ ചെയ്യുന്നത്. അടുത്തതായിട്ട് പ്രൈവറ്റ് ബോറോയിങ്. പ്രൈവറ്റ് ബോറോയിങ് എന്ന് പറയുന്ന സമയത്ത് ഇവിടെ കമ്പനി ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ കയ്യിൽ നിന്നോ അതല്ലെങ്കിൽ ബാങ്കിൽ നിന്നോ ഒക്കെ ലോൺ എടുക്കുകയാണ്. അതായത് ഒരു മനുഷ്യൻ ഒരു ബാങ്ക് ലോൺ എടുക്കുന്ന സമയത്ത് എന്തൊക്കെ പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ എന്തൊക്കെ ഒബ്ലിഗേഷൻസ് ഫേസ് ചെയ്യണം അതൊക്കെ ഇവിടെ പ്രൈവറ്റ് ബോറോയിങ് നടത്തുന്ന സമയത്ത് ഈ കമ്പനി ഫേസ് ചെയ്യേണ്ടി വരും. പബ്ലിക് ബോറോയിങ് എന്ന് പറയുന്ന സമയത്ത് ഇവിടെ ഒരുമാതിരിപ്പെട്ടിട്ടുള്ള എല്ലാ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സിനെയും ഇവര് കവർ ചെയ്യുന്നുണ്ട്. അതായത് പബ്ലിക് എക്സ്ചേഞ്ചിൽ ട്രേഡബിൾ ആയിട്ടുള്ള എല്ലാ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സും ഈ പബ്ലിക് ബോറോയിങ്ങിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ചെക്ക് അങ്ങനെയുള്ള കാര്യങ്ങളെയാണ്, പ്രോമിസറി നോട്ട്, ഇതിനൊക്കെയാണ് നമ്മൾ ഈ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതിലും ചെറിയ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതായത് ഡിബെഞ്ചർ, ബോണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഇതിൽ ഉൾപ്പെടാറില്ല. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ബോറോയിങ്സിനെ കുറിച്ചിട്ടായിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് എഫക്റ്റീവ് ആയി തോന്നിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.